മഹാലക്ഷ്മി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. മാർക്കോ ആ അമ്മയോട് ചോദിക്കുകയാണ് കേട്ടോ, ആ കുഞ്ഞിനെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ, ആരെങ്കിലും ശത്രുക്കൾ വരുന്നുണ്ടോ? കാരണം പുറത്ത് ഒരുപാട് ശത്രുക്കളുള്ളതാണല്ലോ. അതേസമയം കുഞ്ഞിനെ ആരെങ്കിലും ആക്രമിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടോ എന്നെല്ലാം ചോദിക്കുകയാണ് കേട്ടോ. ആ സമയത്ത് അമ്മ പറയുകയാണ്, ആ കുഞ്ഞിനെ ആര് ആക്രമിക്കാൻ ശ്രമിച്ചാലും ആ കുഞ്ഞ് തന്നെ സ്വയം രക്ഷപ്പെടും. അത്രയും ശക്തിയുള്ളൊരു മോളാണ് ആ മോള്. അതുകൊണ്ട് നമ്മൾ ആരും അതിനെ പേടിക്കേണ്ടതില്ല എന്നിങ്ങനെ പറയണം കേട്ടോ. എന്നാലും മാർക്കോയ്ക്ക് ചെറിയൊരു ആശങ്കയുണ്ട്. പിന്നീട് കരുണ പ്രതാപനോട് വിളിക്കുകയാണ് കേട്ടോ. കാര്യങ്ങളൊക്കെ എന്തായി അച്ഛാ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. ഈ ഓണത്തിനെങ്കിലും എൻ്റെ മുഖത്തൊരു പുഞ്ചിരി വരുമോ, അതറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചോദിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ പ്രതാപം കാര്യങ്ങളെല്ലാം പറയണം കേട്ടോ. കരുണയ്ക്ക് ഒരുപാട് സന്തോഷമാണ് കേട്ടോ. അതേസമയം കരുണ ഉണ്ണിയോട് പോയിട്ട് കാര്യങ്ങൾ പറയുകയാണ്. എന്തായാലും ശരി, കുറച്ച് നേരം കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നാളെ അനന്തുവിൻ്റെ വീട്ടിലൊരു കൂട്ടക്കരച്ചിലുണ്ടാകും, അത് ഉറപ്പാണ് എന്ന് പറയണം കേട്ടോ. അത് കേൾക്കുമ്പോൾ ഉണ്ണി പറയുന്നുണ്ട്, നീ ഇതിപ്പോൾ ഒരു തവണയല്ലല്ലോ, പല പ്രാവശ്യമല്ലേ ഈ പറച്ചിൽ. എന്തെങ്കിലും സംഭവിക്കട്ടെ, അതിന് ശേഷം പറഞ്ഞാൽ മതി. എന്നും സംഭവിക്കുന്നതിന് മുമ്പ് ആഹ്ലാദിക്കും, പിന്നെ അത് അങ്ങനെ നമുക്ക് തന്നെ തിരിഞ്ഞു വരും. അതുകൊണ്ട് ഒരുപാടൊന്നും നീ ആഹ്ലാദിക്കേണ്ട, കാരണം നിൻ്റെ അച്ഛനാണല്ലോ ചെയ്തിരിക്കുന്നത്, അതുകൊണ്ട് അത് അത്രക്കേ ആവുള്ളൂ എന്നിങ്ങനെ പറയണം. അതേസമയം ആ ജാനകിയമ്മയുടെ മകനും മരുമകളും കൂടിയിട്ട് അവരെ ഭയങ്കര ബ്രെയിൻ വാഷ് ചെയ്യുകയാണ് കേട്ടോ. കാരണം ഇതൊരൊറ്റ കാര്യം ചെയ്താൽ മതി, അമ്മ നമ്മുടെ കടങ്ങളെല്ലാം വീടി നമ്മുടെ പ്രശ്നങ്ങളെല്ലാം തീരും, അതല്ലേ അമ്മ നല്ലത്, ആരും അറിയില്ല എന്നിങ്ങനെ പറയുന്നു കേട്ടോ. മനസ്സില്ലാ മനസ്സോട് കൂടിയിട്ട് ജാനകി അമ്മ സമ്മതിക്കുകയാണ്. പാലിൽ കുറച്ച് പൊടി കലർത്തി കൊടുത്താൽ മതി, ഒന്നും സംഭവിക്കില്ല, ആരും അറിയില്ല എന്നും പറയണം കേട്ടോ. പിന്നീട് അതിന് ശേഷം ജാനകി അമ്മ അതെല്ലാം തയ്യാറെടുത്തിട്ടാണ് വരിക. ലേഖയാണ് വാതിൽ തുറങ്ങുക. ലേഖയ്ക്കാണെങ്കിൽ ഈ സ്ത്രീയെ കാണുമ്പോഴേക്കും അലർജിയാണ്, ദേഷ്യമാണ് കേട്ടോ. ഒരു വല്ലാത്ത മുഖത്തോട് കൂടിയിട്ടാണ് ജാനകി അമ്മയെ വാതിൽ തുറന്ന് കൊടുക്കുന്നത് ലേഖ കേട്ടോ. അതിനുശേഷം ജാനകി അമ്മ ആ കുഞ്ഞിന് കൊടുക്കും. പക്ഷേ ആരെന്ത് കൊടുത്താലും നീലാംബരി മോൾക്ക് ഒന്നും സംഭവിക്കില്ല. പക്ഷേ ശരിക്കും പറയുകയാണെങ്കിൽ ഈ കൊടുത്തവർക്ക് എന്തായാലും ശിക്ഷ കിട്ടും. അതോടുകൂടി ലേഖയും മഹാലക്ഷ്മിയും തമ്മിലൊരു ചെറിയ നീരസമുണ്ട്, ആ നീരസം ഇല്ലാതാവുകയാണ് കേട്ടോ. ജാനകി അമ്മയെ അവിടെ നിന്ന് എത്രയും പെട്ടെന്ന് നീലാംബരി മോള് നാട് കടത്തുകയാണ് കേട്ടോ. ഈ ചാനലൊന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.